ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഡ്യൂട്ടി ഡേ ഇവന്റ് കൂടിയാണ് കേട്ടോ. RSK 651 6 മണിക്ക് ആലുവെന്ന് പുറപ്പെടുന്ന ചേർത്തല ഷെഡ്യൂളാണ്. ലോക്ക് ഷീറ്റ് ഒക്കെ വാങ്ങി വണ്ടി എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ബേബി ചേട്ടനെ കണ്ടത്. ഇവിടുത്തെ ഒരു സീനിയർ ഡ്രൈവറാണ് കേട്ടോ. അങ്ങനെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി ചേർത്തല ബോർഡൊക്കെ വെച്ച് പോകാനായിട്ട് റെഡിയായി. 6:25 ആയപ്പോഴേക്കും വൈറ്റിലെത്തി. കണ്ടക്ടർ ബ്രോ സമയമൊക്കെ വെച്ച് വന്നു. ഇനി ഇവിടുന്ന് നേരെ ചേർത്തല. പോണ വഴിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ഒപ്പം ബ്ലോക്കും കൂടി ആയപ്പോ തീരുമാനമായി. 7:40 ആയപ്പോഴേക്കും ചേർത്തലയിലെത്തി. ഇത് നമ്മുടെ ഒരു ഫോളോവറാണ് കേട്ടോ. അജാസ് എന്നാണ് പേര്. ആലുവ മുതൽ നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ തൊട്ടപ്പുറത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി വെച്ച് കിട്ടോ. ചായ കുടിക്കാൻ പോണതിന്റെ മുമ്പ് വണ്ടി ബോർഡൊക്കെ വെച്ച് ട്രാക്കിലേക്ക് ഇട്ടു. ഇവിടുന്ന് ഇനി 8 മണിയാകുമ്പോൾ തിരിച്ച് ആലുവക്ക് തന്നെ പോകണം. അങ്കമാലിയിൽ ഉണ്ടായിരുന്നപ്പോ ചെയ്ത ഏലൂർ മേത്താനം വ്ളോഗിലെ മുത്താണ്ട നമ്മുടെ വണ്ടിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്നത് RSC 342. അങ്ങനെ KSRTC ക്യാൻറ്റീനിൽ പോയി ചായ ഒക്കെ കുടിച്ച് വന്നപ്പോഴേക്കും വണ്ടിയിൽ സീറ്റിംഗ് ആളായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ കണ്ടക്ടർ അരുൺ ബ്രോ. അങ്ങനെ വണ്ടിയൊക്കെ സെറ്റാക്കി ആലുവക്ക് പോകാനായിട്ട് റെഡിയായി. അരൂര് ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ആലുവയിൽ എത്തിയപ്പോഴേക്കും 10:30 കഴിഞ്ഞു. സമയം വൈകിയതുകൊണ്ട് ഇവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ നിന്നില്ല. അപ്പൊ തന്നെ ചേർത്തലക്കുള്ള ബോർഡൊക്കെ വെച്ച് പോകാനായിട്ട് റെഡിയായി. ഇനി ഇവിടുന്ന് വീണ്ടും ചേർത്തലക്ക്. മുട്ട മുതൽ കളമശ്ശേരി വരെയുള്ള ബ്ലോക്കാണ് ഈ കാണുന്നത്. പോണ വഴിയൊക്കെ മിക്ക സമയങ്ങളിലും ബ്ലോക്കാണ്. മഴയൊന്ന് പെയ്താൽ പിന്നെ പറയണ്ട, അത് ഇരട്ടിയാവും. അങ്ങനെ കളമശ്ശേരി ബ്ലോക്കും ഇടപ്പള്ളി ബ്ലോക്കും ഒക്കെ കഴിഞ്ഞ് വൈറ്റിലെത്തി. ഇനി ഇവിടുന്ന് നേരെ ചേർത്തല. പോണ വഴി തുറവൂരൊക്കെ കഴിഞ്ഞ് പത്മാക്ഷിക്കാവലെ ആയപ്പോഴേക്കും ഒരു 20 മിനിറ്റോളം ബ്ലോക്കിൽ കിടക്കേണ്ട വന്നു. മുമ്പിൽ വണ്ടി എന്തോ കംപ്ലൈന്റ് ആയതാണ്. അങ്ങനെ ശരിക്കും ഒരു 12-12 കാലൊക്കെ ആകുമ്പോഴേക്കും ചേർത്തലയിൽ കയറി വരേണ്ട വണ്ടി എല്ലാ ബ്ലോക്കും കഴിഞ്ഞ് 1:25 ആയപ്പോഴാണ് എത്തിയത്. ഒട്ടും സമയം കളയാതെ വണ്ടി സൈഡിലേക്ക് ഒതുക്കിയിട്ട് ഊണയിക്കാനായിട്ട് പോയപ്പോഴാണ് നമ്മുടെ സുഹൃത്തും ചേർത്തല ഡിപ്പോയിലെ ഡ്രൈവറായിട്ടുള്ള വിഷ്ണു ബ്രോനെ കണ്ടത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് വൈറ്റിലെ ബോർഡൊക്കെ വെച്ച് 1:45 ആയപ്പോഴേക്കും പോകാനായിട്ട് റെഡിയായി. ഇവിടുന്ന് ഇനി വൈറ്റിലേക്കാണ് പോണത്. വൈറ്റിലയിൽ വന്ന് ഒട്ടും സമയം കളയാതെ ചേർത്തല ബോർഡൊക്കെ വെച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയി വന്നു. വണ്ടി എടുത്ത് നേരെ ചേർത്തലക്ക് വിട്ടു. 4:45 ആയപ്പോഴേക്കും ചേർത്തലയിലെത്തി. ഇവിടുന്ന് ഇനി 5:15 ആലുവക്ക് പോകണം. അവിടെ ചെന്നാൽ ഇന്നത്തെ ഡ്യൂട്ടി ഫിനിഷ് ആവും. അങ്ങനെ വണ്ടി ട്രാക്കിൽ തന്നെ ഇട്ട് ചായ കുടിക്കാനായിട്ട് പോയി. തൊട്ടപ്പുറത്ത് നമ്മുടെ 342 അങ്കമാലിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണ്ടായി. ഒരു പഴംപൊരിയും ചായയും കുടിച്ചപ്പോഴത്തേക്കും ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചാർജായി. ചായ കുടിച്ചു വന്നപ്പോഴത്തേക്കും വണ്ടിയിലെ ആൾക്കാരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ടായി. ഇനി ഇവിടുന്ന് നേരെ ആലുവ. ഇടപ്പള്ളിയിലെയും കളമശ്ശേരിയിലെയും ബ്ലോക്കൊക്കെ പോരാനിട്ട് ആലുവയിലും ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കായിരുന്നു കേട്ടോ. ഇന്ന് മുഴുവൻ ബ്ലോക്കിന്റെ ദിവസം തന്നെയായിരുന്നു. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് 8:15 ആയപ്പോഴേക്കും ആലുവയിലെത്തി വണ്ടിയിൽ ഡീസൽ അടിച്ചു. അരുൺ ബ്രോനെ കൊണ്ട് ഒരു ബായ് പറയിപ്പിച്ച് വണ്ടി ചെക്കപ്പിനായിട്ട് റാമ്പിലേക്ക് ഇട്ടു. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.